കേരളത്തിലെ ദേശീയപാത വികസനം വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ജനങ്ങൾക്ക് നൽകിയത്. എന്നാൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത പോലുള്ള പ്രധാന പാതകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകളും അപകടങ്ങളും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയും ഈ സ്ഥാപനങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. പള്ളിവാസൽ, മൂലക്കടവിലും ദേവികുളത്തും അടുത്തിടെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഇടുക്കിയിലെ മലയോര മേഖലയിലൂടെ കടന്നുപോകുന്ന പാതയുടെ സുരക്ഷയെ വലിയ ചോദ്യചിഹ്നത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ദേശീയപാത 85-ൽ പള്ളിവാസൽ മൂലക്കടവിന് സമീപം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴുകയും സംരക്ഷണ ഭിത്തി തകരുകയും ചെയ്ത സംഭവം അടിമാലിയിൽ നേരത്തെ ഉണ്ടായ അപകടത്തിന്റെ തുടർച്ചയാണ്. നവീകരണ ജോലിയുടെ ഭാഗമായി റോഡിന്റെ ഒരു വശത്ത് മണ്ണ് നീക്കം ചെയ്യുകയും മറുവശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടുകയും ചെയ്യുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. അപകടത്തിന് പിന്നാലെ ഉയർന്നു വന്ന പ്രധാന ആക്ഷേപം നിർമ്മാണ ചുമതലയുള്ളവർ സ്വീകരിച്ച അശാസ്ത്രീയമായ മണ്ണെടുപ്പ് രീതിയാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ്. മലഞ്ചെരിവുകളിലൂടെ പോകുന്ന റോഡുകളിൽ മണ്ണിന്റെ ഘടനയും ബലവും കണക്കിലെടുക്കാതെയുള്ള മണ്ണെടുപ്പ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അടിമാലിയിലെ മണ്ണിടിച്ചിലിന് കാരണം അശാസ്ത്രീയ മണ്ണെടുപ്പാണെന്ന് വിദഗ്ധ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടുകളും സൂചന നൽകുന്നുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് ഒറ്റവരിയാക്കി ഗതാഗതം ക്രമീകരിച്ചിരിക്കുകയാണ്. നിർമ്മാണ ചുമതലയുള്ളവർ എത്രയും പെട്ടെന്ന് റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായാൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് യാത്രികരെ ആശങ്കയിലാക്കുന്നുണ്ട്. റോഡിന്റെ താഴ്ഭാഗത്തുണ്ടായിരുന്ന ഒരു കുടുംബത്തെ മണ്ണിടിച്ചിലിനെ തുടർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. എന്നാൽ ഇത്തരം മേഖലകളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും വലിയ ഭീഷണിയിലാണ്. മൂലക്കടവിലെ അപകടം ഒരു നിർമ്മാണ വീഴ്ചയാണെങ്കിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ദേവികുളത്ത് മാസങ്ങളായി തുടരുന്ന ദുരിതം ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയുടെ നേർചിത്രമാണ്. 2024 ജൂൺ മാസത്തിൽ ശക്തമായ മഴയെ തുടർന്ന് മൺതിട്ടയിടിഞ്ഞ് റോഡിലേക്ക് പതിഞ്ഞ ഭാഗത്ത് ഇന്നും മണ്ണ് നീക്കം ചെയ്യാതെ കിടക്കുകയാണ്. തുടക്കത്തിൽ കുറച്ച് ഭാഗത്ത് മാത്രമുണ്ടായിരുന്ന മണ്ണ് പിന്നീട് പെയ്ത ശക്തമായ മഴയിൽ കൂടുതൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങി. ഇതോടെ ഇപ്പോൾ ഈ ഭാഗത്തുകൂടി ഒരു വാഹനത്തിന് കഷ്ടിച്ച് മാത്രം കടന്നുപോകാൻ കഴിയുന്ന അവസ്ഥയായി. ദേശീയപാതയുടെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ മാസങ്ങളായി തുടരുന്ന ഈ ഗതാഗത തടസ്സം അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയായി പറയേണ്ടിയിരിക്കുന്നു. മണ്ണ് നീക്കം ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും ദേശീയപാത അധികൃതർ കണ്ട ഭാവം നടിച്ചിട്ടില്ല. സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശം നൽകിയിട്ടും ദേശീയപാത അതോറിറ്റിക്ക് അനക്കമില്ലാത്ത അവസ്ഥ തുടരുന്നു. ശക്തമായ മഴയിൽ വീണ്ടും വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. ഈ റോഡിന് താഴെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ വലിയ അപകട ഭീഷണിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2 വർഷത്തോളമായി മണ്ണിടിഞ്ഞ് വീഴുന്നത്. ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ ഇവിടെ തൊട്ടടുത്ത് നടത്തുന്നുണ്ട്. പക്ഷെ അവർക്കും ഞാൻ കുറച്ച് നോട്ടീസൊക്കെ തന്നു. പക്ഷെ ഇപ്പൊ ഈ ഓരോ ദിവസം ചെല്ലുന്തോറും ഡേഞ്ചറസ് കൂടി വരികയാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം അടിമാലിൽ സംഭവിച്ച പോലെ തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം മുകളിൽ നിന്ന് മണ്ണ് എപ്പോഴും ഇടിഞ്ഞ് റോഡിന് നടുവ് വരെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിന് തക്കതായിട്ടൊരു തീരുമാനം ഇതുവരെ ആരും എടുക്കുന്നില്ല. ആരെങ്കിലും വരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷെ അതിൻ്റെ ബാക്കി എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഇതിന് എന്തെങ്കിലും ഈ സമയത്ത് എന്തെങ്കിലും തക്കതായ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന് മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യണം. വണ്ടി പോകാൻ വേണ്ടി അവർ മണ്ണെടുക്കുന്നത്. എന്നാലും ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഒരു വിഷമവും ഇല്ലാത്ത രീതിയിൽ എത്ര വീടുകളായിപ്പോ ഈ മഴ കൊണ്ട് നഷ്ടമായിരുന്നു, എത്ര ജീവൻ നഷ്ടമായി പോന്നു. ഇതിനൊന്നും കണ്ടിട്ട് അവർക്കൊരു മനസ്സ് അവർക്ക് തുറക്കുന്നുമില്ല. അതിനുവേണ്ടി അവർ തീരുമാനം എടുക്കുന്നില്ല. ഞങ്ങള് ഇത്രയും കുടുംബങ്ങൾ അവിടെ അടുത്ത് താമസിക്കുക. ഇതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങള് സത്യാഗ്രഹം ഇരിക്കേണ്ടി വരുമെന്ന് പറ. തീരുമാനം എടുത്തില്ലേ ശരിയാകത്തില്ല. 2 വർഷമായി ഞങ്ങൾ കിടന്നങ്ങ് വിഷമിക്കുക. പെട്ടെന്ന് രാത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോ മണ്ണെല്ലാം കൂടെ ഇറങ്ങി വന്നാൽ ഞങ്ങൾ എന്നാ ചെയ്യാം? എന്തോരം ഞങ്ങൾ പറഞ്ഞു എന്നാളും വന്നതല്ലേ, പറഞ്ഞു ഞങ്ങൾ മടുത്തു. ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡിന്റെ നടുക്കിരിക്കും. ഇനി അതാ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. മഴയായാലും വേണ്ടിയില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കും. അധികൃതരുടെ നിസ്സംഗത ഈ കുടുംബങ്ങളെ വലിയ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഈ 2 സംഭവങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്നത് നമ്മുടെ നിർമ്മാണ രീതികളിലെയും ഭരണ സംവിധാനങ്ങളിലെയും പിഴവുകളാണ്. ഭൂമിശാസ്ത്രപരമായി ദുർബലമായ മലയോര മേഖലകളിൽ ദേശീയപാത വികസിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട അതീവ ശ്രദ്ധയും ശാസ്ത്രീയമായ പഠനങ്ങളും പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. നിർമ്മാണ വേളയിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും വലിയ ദുരന്തങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. ദേശീയപാത 85-ന്റെ നിർമ്മാണം പലയിടങ്ങളിലും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വനഭൂമി സംബന്ധിച്ച കേസുകൾ തുടങ്ങിയ കാരണം തടസ്സപ്പെട്ടിരുന്നു. ഈ നിയമപരമായ തടസ്സങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിൽ കാലതാമസം വരുത്തുന്നുണ്ട്.
ദേവികുളത്തെ പോലെ അപകടകരമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ പോലും അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്യാനോ ഗതാഗത സുരക്ഷ ഉറപ്പാക്കാനോ കഴിയാത്തത് ദേശീയപാത അതോറിറ്റിയുടെ ഭരണപരമായ കാര്യക്ഷമതയില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതോറിറ്റി കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട്. ദേശീയപാത വികസനം ഒരു നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. എന്നാൽ ഈ വികസനം മനുഷ്യജീവന് ഭീഷണിയാകരുത്. മൂലക്കടവിലെ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സമഗ്രമായ ഒരു പുനഃപരിശോധന നടത്തേണ്ടതും അത്യാവശ്യമാണ്. ഒപ്പം ദേവികുളത്തെ പോലെ റോഡുകളിൽ തടസ്സമുണ്ടാക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനും താഴെ താമസിക്കുന്ന കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ദേശീയപാത അതോറിറ്റി ഉടനടി നടപടികൾ സ്വീകരിക്കുകയും വേണം. അശാസ്ത്രീയ നിർമ്മാണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ദേശീയപാതകളിലെ യാത്രാ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ.